ഹലോ, ഇന്നത്തെ വീഡിയോ ശരിക്കും ഒരു ത്രോ ബാക്ക് വീഡിയോ എന്ന് വേണമെങ്കിൽ പറയാട്ടോ. കാരണം എന്താണെന്ന് വെച്ചാൽ മാസങ്ങൾക്ക് മുമ്പ് ഞാൻ ഹൈദരാബാദ് പോയപ്പോൾ ഷൂട്ട് ചെയ്തിട്ട് അപ്ലോഡ് ചെയ്യേണ്ട എന്ന് കരുതി മാറ്റി വെച്ചതാണ് ഈ വീഡിയോ. എന്നാൽ ഇപ്പോൾ കുറേ നാളിങ്ങനെ വെറുതെ വീട്ടിലിരുന്നപ്പോൾ ഒന്ന് എഡിറ്റ് ചെയ്ത് നോക്കി. കണ്ടപ്പോൾ വലിയ കുഴപ്പമില്ലാന്ന് തോന്നി, അതുകൊണ്ട് നിങ്ങളെ കൂടി കാണിക്കുക കേട്ടോ. ഇതിൽ പ്രധാനമായിട്ടും കാണാൻ സാധിക്കുന്നത് ഹൈദരാബാദിലെ ഏറ്റവും പ്രധാനപ്പെട്ട ടൂറിസ്റ്റ് കേന്ദ്രമായ ഹുസൈൻ സാഗർ ലേക്കിലെ കാഴ്ചകളും അവിടുത്തെ സ്ട്രീറ്റ് ഫുഡും പിന്നെ അമരജ്യോതിയുടെയും വിശേഷങ്ങളാണ്. സോ താല്പര്യമുള്ളവർ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ലാസ്റ്റ് വരെ കാണൂ കേട്ടോ. അപ്പോൾ വെൽക്കം ബാക്ക്. അപ്പോൾ ഞങ്ങൾ ചാർമിനാറൊക്കെ കഴിഞ്ഞ് പുറത്തിറങ്ങിയപ്പോൾ കുറച്ച് ടയർഡായിട്ടു, നല്ല വെയിലായിരുന്നു. അപ്പോൾ എന്തായാലും ഞങ്ങൾ ഒന്ന് റൂമിലേക്ക് പോയിട്ട് ഫ്രഷ് ആയിട്ട് ഡ്രസ്സൊക്കെ ഒന്ന് ചേഞ്ച് ചെയ്ത് ഇപ്പോൾ ഞങ്ങൾ വന്നിരിക്കുന്നത് ഹുസൈൻ സാഗർ ലേക്കിലേക്കാണ്. അപ്പോൾ എനിക്ക് തോന്നുന്നത് ഈ ഹൈദരാബാദിലെ തന്നെ ഏറ്റവും വലിയൊരു ടൂറിസ്റ്റ് അട്രാക്ഷനാണ് ഈ ഹുസൈൻ സാഗർ ലേക്ക്. ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് നമ്മുടെ തെലങ്കാന സ്റ്റേറ്റ് സെക്രട്ടേറിയറ്റിന് മുന്നിലുള്ള അടിപൊളി ബിൽഡിംഗ് അവിടെ കാണുന്നത് കണ്ടല്ലോ. അവിടെ അംബേദ്കറുടെ വലിയൊരു പ്രതിമ ഞാൻ കണ്ടു. ഇതിന് നേരെ ഓപ്പോസിറ്റ് ആ ലുംബിനി പാർക്കില്ലേ. ഇപ്പോൾ ലുംബിനി പാർക്കിൻ്റെ ഉള്ളിലേക്ക് കടന്നിട്ട് അവിടെ നിന്ന് നമുക്ക് ബോട്ടിങ്ങിൻ്റെ ടിക്കറ്റ് എടുക്കാം. അപ്പോൾ ബോട്ടിങ്ങിൻ്റെ ടിക്കറ്റ് എടുത്തിട്ട് നമുക്ക് ഈ ലേക്കിലൂടെ പോയിട്ട് ബുദ്ധൻ്റെ പ്രതിമയുടെ ലേക്കിന് നടുക്കായിട്ട് വളരെ വലിയൊരു പ്രതിമയാണ്, പലരും കേട്ടിട്ടുണ്ടാവും, നമ്മൾ വായിച്ചിട്ടുള്ളതാണ്. അപ്പോൾ അതിലേക്ക് പോകേണ്ട പരിപാടിയാണ്. അപ്പോൾ എൻ്റെ കൂടെ പോയി നമുക്ക് കാണാത്തൊക്കെയാണ്. ഓക്കെ, ഇത്തവണയും എൻ്റെ കൂടെയുള്ളത് സുഹൃത്ത് ഉദയ് തന്നെയാണ്. ഞങ്ങൾ ആദ്യം എത്തിയത് ഇവിടുത്തെ സ്ട്രീറ്റ് ഫുഡ് ഏരിയയിലാണ്. ടെംപ്റ്റിംഗ് ആയിട്ടുള്ള കുറേ സാധനങ്ങൾ ഇവിടെ ഉണ്ടെങ്കിലും തൽക്കാലം ഒരു സ്വീറ്റ് കോൺ മാത്രം കഴിച്ച ശേഷം തിരിച്ചു വരാം എന്ന ഉറപ്പോടെ നേരെ ഹുസൈൻ സാഗർ ലേക്കിലേക്ക് ഞങ്ങൾ എത്തിയപ്പോൾ രാത്രി ആയതുകൊണ്ടാവാം ഇവിടുത്തെ കാഴ്ചകൾ കുറച്ചും കൂടെ മനോഹരമാണ്. തടാകത്തിലിറങ്ങാൻ പലതരം ബോട്ടുകൾ ലഭ്യമാണെങ്കിലും സാധാരണ ബോട്ടിൽ യാത്ര ചെയ്യുന്നതിന് 100 രൂപയാണ് ചാർജ്. ഞങ്ങളും ടിക്കറ്റ് എടുത്തിട്ട് ബോട്ടിൽ കയറാനുള്ള ക്യൂവിലാണ്. ബോട്ടുകൾ വരുന്നതനുസരിച്ച് യാത്രക്കാരുമായി പൊക്കൊണ്ടേയിരിക്കുന്നു. അവസാനം ഞങ്ങൾക്കുള്ള ബോട്ട് എത്തി. 100 കണക്കിന് ആളുകളെ ഒരുമിച്ച് ഉൾക്കൊള്ളാൻ കഴിവുള്ള ഈ ബോട്ടിലാണ് ഞങ്ങൾ കയറിയത്. ഈ ഹുസൈൻ സാഗർ ലേക്കിൽ ഒരുപാട് ആക്ടിവിറ്റീസ് ഉണ്ടെങ്കിലും ഇവിടുത്തെ ഏറ്റവും വലിയ ടൂറിസ്റ്റ് അട്രാക്ഷൻ ആയതും തടാകത്തിൻ്റെ നടുവിലായി പ്രതിഷ്ഠിച്ചിരിക്കുന്നതുമായ ശ്രീബുദ്ധൻ്റെ പ്രതിമ കാണാനാണ് ഞങ്ങളുടെ യാത്ര. യാത്രയുടെ തുടക്കം മുതൽ അവിടേക്ക് എത്തുന്നതുവരെയുള്ള കാഴ്ചകൾ അതിമനോഹരം തന്നെയാണ്. ഈ ബോട്ടിൽ നിന്നുകൊണ്ടുള്ള തെലങ്കാന ലെജിസ്ലേറ്റീവ് അസംബ്ലി കെട്ടിടത്തിൻ്റെയും ശ്രീബുദ്ധൻ്റെ പ്രതിമയുടെയും ഒരുമിച്ചുള്ള ഈ രാത്രിക്കാഴ്ച ആരെയും മോഹിപ്പിക്കുന്ന കേട്ടോ. 1992 സ്ഥാപിച്ച 58 അടി ഉയരവും 350 ടൺ ഭാരമുള്ള വൈറ്റ് മാർബിൾ കൊണ്ട് നിർമ്മിച്ചതുമായ ഈ പ്രതിമ ലോകത്തിലെ ഏറ്റവും വലിയ ഒറ്റക്കൽ ബുദ്ധ പ്രതിമയും കൂടിയാണ്. പല നിറങ്ങളിലുള്ള ലൈറ്റുകൾ കൊണ്ട് മനോഹരമാക്കിയിരിക്കുന്ന ഈ പ്രതിമയുടെയും രാത്രിക്കാഴ്ച അതിമനോഹരം തന്നെയാണ്. ഇപ്പോൾ ഞങ്ങളുടെ ബോട്ട് ബുദ്ധപ്രതിമയുടെ അടുത്തേക്ക് എത്തിയിരിക്കുകയാണ്. എല്ലാവരും ബോട്ടിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങാനുള്ള തിരക്കിലാണ്. ഇവിടെ നിന്ന് നോക്കിയാലും തെലങ്കാന ലെജിസ്ലേറ്റീവ് അസംബ്ലി ബിൽഡിങ്ങിൻ്റെയും പിന്നെ അംബേദ്കറുടെ ഒരു അതികായ പ്രതിമയും കാണാൻ സാധിക്കും. 125 അടി ഉയരമുള്ള ഈ പ്രതിമ നിർമ്മിച്ചിരിക്കുന്നത് സ്റ്റീൽ, ബ്രോൺസ്, ബ്രാസ്, കോൺക്രീറ്റ് എന്നിവ കൊണ്ടാണ്. വിജയവാഡയിലെ സ്റ്റാച്യു ഓഫ് സോഷ്യൽ ജസ്റ്റിസ് കഴിഞ്ഞാൽ ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ അംബേദ്കർ പ്രതിമ കൂടിയാണിത്. എന്തായാലും ഹുസൈൻ സാഗർ ലേക്കിലെ കാഴ്ചകളൊക്കെ കണ്ടതിന് ശേഷം ഞങ്ങൾ വീണ്ടും എത്തിയത് സ്ട്രീറ്റ് ഫുഡ് ഏരിയയിലേക്ക് തന്നെയാണ്. ഇവിടെ നിന്ന് നോക്കിയാൽ കത്തി നിൽക്കുന്ന ദീപത്തിൻ്റെ ആകൃതിയിൽ തീർത്ത മനോഹരമായ ഒരു സ്മാരകം കാണാം. ഇത് തെലങ്കാന മാട്രിസ് മെമ്മോറിയൽ അഥവാ അമരജ്യോതി എന്നറിയപ്പെടുന്നു. തെലങ്കാന സ്റ്റേറ്റ് രൂപീകരണവുമായി ബന്ധപ്പെട്ട് 1969 നടന്ന കലാപത്തിൽ മരണപ്പെട്ട 369 വിദ്യാർത്ഥികളുടെ ഓർമ്മയ്ക്ക് വേണ്ടി നിർമ്മിച്ചിരിക്കുന്ന സ്മാരകമാണിത്. പൂർണ്ണമായും സ്റ്റെയിൻലെസ് സ്റ്റീൽ കൊണ്ട് നിർമ്മിച്ചിരിക്കുന്ന ലോകത്തിലെ ഏറ്റവും വലിയ സ്മാരകം കൂടിയാണ്. ഇപ്പോൾ സമയം ഒരുപാട് ലേറ്റായി. എന്തായാലും ആദ്യം തന്നെ ഞങ്ങൾ നോട്ടമിട്ട പക്കോടി ഹബിലേക്ക് തന്നെ കഴിക്കാനായി ഞങ്ങൾ ആദ്യം എത്തിയത്. ഒറ്റ നോട്ടത്തിൽ തന്നെ വളരെ ഹൈജീനിക്കായി തോന്നിയ ഇവിടെ നിന്നും ചിക്കൻ പക്കോട ആണ് ഞങ്ങൾ ഓർഡർ ചെയ്തത്. എന്തായാലും അവരത് പ്രിപ്പയർ ചെയ്യുന്ന തിരക്കിലാണ്. അപ്പോൾ ചിക്കൻ പക്കോട വളരെ ടേസ്റ്റി തന്നെയായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞ് നേരെ തൊട്ടടുത്ത് കണ്ട ഹോട്ട് മോമോസ് സോണിലേക്ക്. ഇവിടെ നിന്ന് ഞങ്ങൾ വെജ് മോമോസും ചിക്കൻ മോമോസും ഒക്കെ ട്രൈ ചെയ്തു. എല്ലാം ഒന്നിനൊന്ന് വെച്ച് തന്നെയായിരുന്നു കേട്ടോ.
അങ്ങനെ ഭക്ഷണമൊക്കെ കഴിഞ്ഞതേ അംബേദ്കർ പ്രതിമയെ ഒന്നുകൂടെ അടുത്ത് കാണാൻ വേണ്ടി ഞങ്ങൾ എത്തിയിരിക്കുകയാണ്. അങ്ങനെ മനസ്സും വയറും നിറഞ്ഞുള്ള ഈ മടക്കയാത്രയിൽ നിങ്ങളോട് എനിക്ക് പറയാനുള്ളത്, വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലി മെമ്പേഴ്സിനും ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ടിൽ ദെൻ ബൈ ബൈ.